നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 81. മീരാബായിയെ വിഷം നൽകി കൊല്ലാനുള്ള വ്യർത്ഥമായ ശ്രമം. രാജാവ് ഒരു പാമ്പാട്ടിയോട് പറഞ്ഞു, നാവിൽ വെച്ചാൽ ഉടൻ മരിക്കുന്ന വിഷം കൊണ്ടുവരിക. അത്തരം വിഷം കൊണ്ടുവന്നു. രാജാവ് മീരയോട് പറഞ്ഞു, ഈ വിഷം കുടിക്കൂ, അല്ലാത്ത പക്ഷം നിന്നെ കഴുത്തറുത്ത് കൊല്ലും. മീര ചിന്തിച്ചു, എന്റെ തലയറുത്താൽ അത് വളരെ വേദനാജനകമായിരിക്കും. ഞാൻ വിഷം കുടിക്കട്ടെ. മീര ദൈവത്തെ ഓർത്ത് വിഷപാത്രം കുടിച്ചു. പക്ഷേ അവൾക്കൊന്നും സംഭവിച്ചില്ല. രാജാവ് പാമ്പാട്ടിയെ വിളിച്ച് അവനോട് പറഞ്ഞു, നീ കൊണ്ടുവന്നത് വ്യാജവിഷമാണ്. പാമ്പാട്ടി പറഞ്ഞു, ആ പാത്രം എവിടെ? അയാൾ പാത്രം കൊടുത്തു. പാമ്പാട്ടി ആ പാത്രത്തിൽ കുറച്ച് പാലൊഴിച്ച് അവിടെ തന്നെ ഒരു നായയ്ക്ക് കൊടുത്തു. നായയ്ക്ക് 2ാം തവണ നക്കാൻ പോലും കഴിഞ്ഞില്ല. അവൻ ചത്തു. അവൾ ഒരു തരത്തിലും മരിക്കാൻ പോകുന്നില്ലെന്ന് രാജാവ് മനസ്സിലാക്കി. പിന്നെ അവളെ അമ്പലത്തിൽ പോകുന്നത് തടഞ്ഞില്ല. അവൾ അലഞ്ഞുതിരിയുന്നുവെന്ന് ആളുകൾ പറയാതിരിക്കാൻ അവൻ അവളോടൊപ്പം ധാരാളം വേലക്കാരികളെയും ഭടന്മാരെയും അയക്കാൻ തുടങ്ങി. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 81. മീരാബായിക്ക് സദ്ഗുരുവിന്റെ അഭയം ലഭിച്ചു. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ഒരു ചെറിയ പൂന്തോട്ടമുണ്ടായിരുന്നു. മീരാബായി പൂജയ്ക്ക് പോകുമായിരുന്നു. ഇടതൂർന്ന തണൽ തരുന്ന ചില മരങ്ങളും അതിലുണ്ടായിരുന്നു. പരമോന്നത ദൈവമായ കബീർജിയും സന്ത് രവിദാസും അവിടെ സത്സംഗം നടത്തുകയായിരുന്നു. രാവിലെ 10 മണിയോടടുത്തിരുന്നു. ഇവിടെ ദൈവത്തിന്റെ ഒരു ചർച്ചയും കഥയും നടക്കുന്നത് മീര കണ്ടു. ഞാൻ കുറച്ചുനേരം അത് കേട്ടിട്ട് മുന്നോട്ടു പോകട്ടെ. പരമോന്നത ദൈവം കബീർ സൃഷ്ടിരചനയെക്കുറിച്ചുള്ള ഹ്രസ്വമായ അറിവ് വിവരിച്ചു. അദ്ദേഹം പറഞ്ഞു, ശ്രീ കൃഷ്ണജിക്ക് മുകളിൽ മറ്റൊരു സർവശക്തനായ ദൈവമുണ്ട്, അതായത് ശ്രീ വിഷ്ണുജി. ഒരാളുടെ ജനനവും മരണവും അവസാനിപ്പിക്കുന്നില്ല. എങ്കിൽ ആ ഭക്തി ചെയ്താലും ഇല്ലെങ്കിലും അത് ഒന്നു തന്നെയാണ്, ജനനം പോലും. ശ്രീകൃഷ്ണന്റെ, ശ്രീ വിഷ്ണുവിന്റെ മരണം അവസാനിച്ചില്ല. അദ്ദേഹത്തിന്റെ ഭക്തരുടെ അന്ത്യം എങ്ങനെയായിരിക്കും? അതുപോലെ ഹിന്ദു സന്യാസിമാർ പറയുന്നത് പോലെ ശ്രീകൃഷ്ണൻ, അതായത് ശ്രീ വിഷ്ണുവാണ് അർജുനന് ഗീതാജ്ഞാനം പകർന്നു നൽകിയത്. ഗീതാവിജ്ഞാന ദാതാവ് വ്യക്തമാക്കുന്നു. ഗീതാധ്യായം 2 ശ്ലോകം 12, അധ്യായം 4 ശ്ലോകം 5, അധ്യായം 10 ശ്ലോകം 2 എന്നിവയിൽ, ഹേ അർജുന, നിനക്കും എനിക്കും നിരവധി ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ല, എനിക്കറിയാം. ശ്രീകൃഷ്ണന്റെ ജനനവും മരണവും അവസാനിച്ചിട്ടില്ലെന്ന് ഇതിൽ നിന്ന് സ്വയം വ്യക്തമാണ്. അവൻ അനശ്വരനല്ല. അതിനാൽ ഗീതാധ്യായം 18 ശ്ലോകം 62 ഗീതയുടെ പ്രഭാഷകൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഹേ ഭാരത, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ആ പരമാത്മാവിന്റെ അഭയത്തിൽ പോകാം. ആ പരമാത്മാവിന്റെ കൃപയാൽ മാത്രമേ നിങ്ങൾക്ക് നിത്യമായ പരമമായ വാസസ്ഥലവും പരമമായ ശാന്തിയും ലഭിക്കുകയുള്ളൂ. പരമാത്മാവായ കബീറിന്റെ മുഖകമലത്തിൽ നിന്നുള്ള ഈ വാക്കുകൾ കേട്ട് ദൈവത്തിനായി അലയുന്ന ആ ആത്മാവ് ഒരു പുതിയ വെളിച്ചം കണ്ടെത്തി. പ്രഭാഷണത്തിന് ശേഷം മീരാബായി ചോദിച്ചു, ഹേ മഹാത്മാജി, നിങ്ങൾ എനിക്ക് അനുമതി നൽകിയാൽ എന്റെ സംശയങ്ങൾ പരിഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കബീർജി പറഞ്ഞു, ചോദ്യം ചോദിക്കൂ സഹോദരി. ചോദ്യം, ഹേ മഹാത്മാജി, ശ്രീകൃഷ്ണജിയേക്കാൾ മുകളിൽ ദൈവമുണ്ടെന്ന് ഞാൻ ആരിൽ നിന്നും ഇതുവരെ കേട്ടിട്ടില്ല. താങ്കളിൽ നിന്ന് ഇത് കേട്ട് ഇന്ന് ഞാൻ 2 മനസ്സോടു കൂടിയാണ്. സന്യാസിമാർ കള്ളം പറയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരമോന്നത ദൈവം കബീർ പറഞ്ഞു, അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്തറിവാണ് നൽകുന്നതെന്ന് അറിയാത്ത നിങ്ങളുടെ അജ്ഞരായ മതഗുരുക്കന്മാരുടെ തെറ്റാണ്. ദേവി പുരാണം 3ാം സ്കന്ധത്തിൽ ഞാൻ, വിഷ്ണു, ബ്രഹ്മാവ്, ശങ്കർ എന്നിവർ മർത്യരാണെന്ന് ശ്രീ വിഷ്ണു തന്നെ ഏറ്റുപറയുന്നു. നാം ആവിർഭാവ് ജനനവും തിരോഭാവ് മരിക്കുകയും ചെയ്യുന്നു. ജനനവും മരണവും അവസാനിക്കുന്നു. മീരാബായി പറഞ്ഞു, ഓ മഹാരാജി, ദൈവം ശ്രീകൃഷ്ണൻ എനിക്ക് ദർശനം നൽകുന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നു. കബീർജി പറഞ്ഞു, ഓ മീരാബായി, ഒരു കാര്യം ചെയ്യൂ. ശ്രീകൃഷ്ണനോട് തനിക്ക് മുകളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് മാത്രം ചോദിക്കൂ. അദ്ദേഹം ഒരു ഭഗവാനാണ്. അദ്ദേഹം കള്ളം പറയില്ല. ശ്രീകൃഷ്ണജിക്ക് മുകളിൽ ദൈവമുണ്ടെങ്കിൽ താൻ ഭ്രാന്തനാകുമെന്ന് മീരാബായിക്ക് തോന്നി. രാത്രിയിൽ മീര ശ്രീകൃഷ്ണജിയെ ആവാഹിച്ച് 3 ലോകങ്ങളുടെയും നാഥൻ ത്രിലോകിനാഥ് അവതരിച്ചു. മീര തന്റെ സംശയം തീർക്കാൻ അഭ്യർത്ഥിച്ചു. ഭഗവാനെ, നിനക്കും മുകളിൽ ദൈവമുണ്ടോ? ഒരു സന്യാസി സത്സംഗത്തിൽ പറഞ്ഞു. ശ്രീകൃഷ്ണൻ പറഞ്ഞു, മീര, ഒരു ദൈവമുണ്ട്. പക്ഷെ അദ്ദേഹം ആരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. ധാരാളം ധ്യാനങ്ങളും ധർമ്മപരമായ ആചാരങ്ങളും ചെയ്തുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചു. കബീർ ദൈവത്തിൽ നിന്നുള്ള സത്സംഗത്തിൽ മീരാബായിയും ഇത് കേട്ടിരുന്നു.
ഞാൻ ആ ദൈവത്തെ നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തരാം, നിങ്ങളെ യഥാർത്ഥ ആരാധനാരീതി പിന്തുടരാൻ പ്രേരിപ്പിച്ചുകൊണ്ട്. ഞാൻ നിങ്ങളെ സത്യലോകത്തിലേക്ക് അയക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് അയക്കും. മീരാബായ് ശ്രീകൃഷ്ണജിയെ വീണ്ടും ചോദ്യം ചെയ്തു. ഒരു ജീവിയുടെ ജനനവും മരണവും അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ശ്രീകൃഷ്ണജി പറഞ്ഞു, അത് സാധ്യമല്ല. കബീർജി പറഞ്ഞിരുന്നു, ജനനവും മരണവും എന്നേക്കുമായി അവസാനിക്കുന്ന ഭക്തിയുടെ മന്ത്രങ്ങൾ എന്നിലുണ്ട്. ഒരാൾ ആ പരമമായ വാസസ്ഥലത്തേക്ക് പോകുന്നു. അത് ഗീത അധ്യായം 15 4 ശ്ലോകത്തിൽ തത്വജ്ഞാനത്തെയും തത്വദർശി സന്യാസിയെയും ലഭിച്ചതിന് ശേഷം അന്വേഷിക്കണം. ദൈവത്തിന്റെ ആ പരമമായ വാസസ്ഥലം. അവിടെ പോയാൽ ആരാധകർ ഒരിക്കലും ഈ ലോകത്തിലേക്ക് മടങ്ങി വരില്ല. ആ ഒരു ദൈവത്തെ മാത്രം ആരാധിക്കുക. മീരാബായ് പറഞ്ഞു, ഭഗവാനെ ശ്രീകൃഷ്ണ, ഞാനും ജനനവും മരണവും അവസാനിപ്പിക്കണമെന്ന് ഗുരുജി പറയുകയായിരുന്നു. ഇനി ഞാൻ എന്തു ചെയ്യണം? എനിക്ക് പൂർണ്ണമായ മോക്ഷം ലഭിക്കണം. ശ്രീകൃഷ്ണൻ പറഞ്ഞു, മീര, നീ ആ സന്യാസിയെ ശരണം പ്രാപിച്ച് നിന്റെ ക്ഷേമം നേടിയെടുക്കുക. എനിക്കുള്ള അറിവ് എന്താണോ അത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. പിറ്റേന്ന് മീര അമ്പലത്തിൽ പോയില്ല. അവൾ തന്റെ പരിചാരികമാരോടൊപ്പം ഗുരുജിയുടെ അടുത്ത് നേരിട്ട് പോയി ദീക്ഷ സ്വീകരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ശ്രീകൃഷ്ണജിയുമായി താൻ നടത്തിയ സംഭാഷണം പരമാത്മാവ് കബീർജിയുമായി പങ്കുവെക്കുകയും ചെയ്തു. അക്കാലത്ത് തൊട്ടുകൂടായ്മ അതിന്റെ ഉച്ചസ്ഥായിയിലായിരുന്നു. താക്കൂർമാർ തങ്ങളെ തന്നെ ഏറ്റവും മികച്ചവരായി കണക്കാക്കിയിരുന്നു. ബഹുമാനത്തിലും അഭിമാനത്തിലും മുഴുകിയിരിക്കുന്ന ഒരാൾ ഒരിക്കലും ദൈവത്തെ പ്രാപിക്കുന്നില്ല. മീരാബായിയെ പരീക്ഷിക്കുന്നതിനായി കബീർജി ശിഷ്യനായ രവിദാസ് ജിയോട് പറഞ്ഞു, നിങ്ങൾ മീര ഠാക്കൂറിന് പ്രഥമ മന്ത്രം നൽകാം. ഇത് നിങ്ങളോടുള്ള എന്റെ കൽപ്പനയാണ്. രവിദാസ് ജി ആജ്ഞ അനുസരിച്ചു. പരമാത്മാവ് കബീർ മീരയോട് പറഞ്ഞു, സഹോദരി, സന്ത് അവിടെ ഇരിക്കുന്നു, പോയി അവനിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുക. സഹോദരി മീര തൽക്ഷണം രവിദാസ് ജിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, സന്യാസി, എനിക്ക് ദീക്ഷ നൽകിയാൻ അനുഗ്രഹിക്കൂ. രവിദാസ് ജി പറഞ്ഞു, സഹോദരി, ഞാൻ ചമാർ ചെരുപ്പ് കുത്തി ജാഥയിൽ നിന്നുള്ളയാളാണ്. നിങ്ങൾ ഠാക്കൂർമാരുടെ മകളാണ്. നിങ്ങളുടെ ജാഥയിലുള്ളവർ നിങ്ങളെ ശാസിക്കും. അവർ നിങ്ങളെ പുറത്താക്കും. ദയവായി അതിനെക്കുറിച്ച് ചിന്തിക്കുക. മീരാബായി അർഹയായ ഒരു ആത്മാവായിരുന്നു. ദൈവത്തിനു വേണ്ടി സ്വയം ത്യാഗം ചെയ്യാൻ അവൾ എപ്പോഴും തയ്യാറായിരുന്നു. അവൾ പറഞ്ഞു, സന്യാസി, താങ്കൾ എന്റെ പിതാവാണ്. ഞാൻ നിങ്ങളുടെ മകളാണ്. എനിക്ക് ദീക്ഷ തരൂ. എനിക്ക് സമൂഹത്തിൽ താല്പര്യമില്ല. നാളെ ഞാനൊരു പട്ടിയായാൽ എന്നെ രക്ഷിക്കാൻ ഈ ഠാക്കൂർ സമൂഹം എന്തു ചെയ്യും? മുതിർന്ന ഗുരുജി കബീർജി ജീവിത രീതി സത്സംഗത്തിൽ ഇപ്രകാരം പ്രസ്താവിച്ചിട്ടുണ്ട്, कबीर, कुल करने के कारण हंसा गया बिगोए, तब कुल क्या कर लेगा जब 4 पांव का होए. പരിഭാഷ. പരമോന്നത ദൈവം കബീർ മുന്നറിയിപ്പ് നൽകുന്നു, ഹേ ഭക്തേ, ആൺ പെൺ കുടുംബത്തിന്റെയോ ലോകത്തിന്റെയോ നാണക്കേട് കാരണം ഭക്തി അനുഷ്ഠിക്കാത്തവരും നീ ദീക്ഷ സ്വീകരിച്ച് സാഷ്ടാംഗം പ്രണമിക്കുന്നു, അന്യദൈവങ്ങളെ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുടുംബാംഗങ്ങളും ലോകജനങ്ങളും പരിഹസിക്കുമെന്ന് പറയുന്നവർ. ദേവതമാർക്ക് നിങ്ങൾ ശ്രാദ്ധം നടത്തുകയോ പിണ്ടമർപ്പിക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങൾ ലജ്ജിക്കണം. അവർ അവരുടെ മനുഷ്യജീവിതം നശിപ്പിച്ചു. ഭക്തി ചെയ്യാത്തതിനാൽ നിങ്ങൾ 4 കാലുള്ള മൃഗമായി മാറുമ്പോൾ, ഉദാഹരണം ഒരു കഴുത, നായ, പന്നി അല്ലെങ്കിൽ കാള മുതലായവ, അപ്പോൾ ഈ കുടുംബാംഗങ്ങളും ലോകജനങ്ങളും നിങ്ങൾക്ക് എന്ത് സഹായം നൽകും? ആ ഭക്തി നിങ്ങളെ സംരക്ഷിക്കാൻ പോവുകയായിരുന്നു. നിങ്ങൾ അത് ചെയ്തില്ല. അതുകൊണ്ട് ഭക്തി ചെയ്യുക. രവിദാസ് ജി പരമാത്മാവ് കബീർജിയുടെ അടുത്ത് ചെന്ന് എല്ലാം പറഞ്ഞു. ദൈവം പറഞ്ഞു, ഇനി വൈകരുത്, ഈ ആത്മാവിനെ ഉദ്ധരിക്കുക. ആ നിമിഷം രവിദാസ് ജി സഹോദരി മീരയ്ക്ക് 5 നാമങ്ങളുടെ ആദ്യ മന്ത്രം നൽകി. ഇത് തങ്ങളുടെ ആരാധനയല്ലെന്നും അദ്ദേഹം മീരാബായിയോട് പറഞ്ഞു. അത് അവരുടെ ധർമ്മപരമായ ആചാരമാണ്. ഒരാൾക്ക് അവരുടെ ലോകങ്ങളിൽ താമസിക്കാനും കഴിക്കാനും കുടിക്കാനും ആവശ്യമായ ഭക്തി സമ്പത്ത് ഈ മന്ത്രങ്ങളാൽ മാത്രമേ ലഭിക്കൂ. ഈ സ്ഥലത്തിന്റെ കടം വീട്ടാൻ ഒരാൾക്ക് കഴിയും. അപ്പോൾ ഒരാൾ മോക്ഷത്തിന് യോഗ്യനാകുന്നു. ദൈവം കബീർജിയും സന്ത് രവിദാസും 1 മാസത്തോളം അവിടെ താമസിച്ചു. നേരത്തെ മീരാബായ് പകൽ സമയത്താണ് വീടിന് പുറത്തിറങ്ങുന്നത്. സത്സംഗം പകൽ കുറവും രാത്രി കൂടുതലുമായതിനാൽ അവളും രാത്രിയിൽ പോകാൻ തുടങ്ങി. ഓരോ പകലും രാത്രിയിലും ഒരാൾ സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു. മീരയുടെ ഇളയാളിയൻ ദേവർ റാണ രാത്രിയിൽ മീര വീടിന് പുറത്തേക്ക് പോകുന്നത് കണ്ട് വളരെ ദേഷ്യപ്പെട്ടു. പക്ഷെ മീരയെ തടഞ്ഞത് കൊടുങ്കാറ്റിനെ തടയുന്നതിന് തുല്യമായിരുന്നു. അതിനാൽ റാണ മീരയുടെ അമ്മയെ വിളിക്കുകയും മീരയെ ഉപദേശിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അവൻ അവളോട് പറഞ്ഞു, അവൾ നമ്മുടെ മാനം നശിപ്പിച്ചു. ഒരു മകൾ അമ്മയുടെ ഉപദേശം സ്വീകരിക്കുന്നു. മീരയെ അമ്മ ഉപദേശിച്ചു. മീര ഉടനെ അതിന്റെ ഉത്തരം പറഞ്ഞു, വാണി. सत्संग में जाना मीरा छोड़ दे, आए म्हारी लोग करे तकरार. सत्संग में जाना मेरा ना छूटे री,
चाहे जल के मरो संसार। थारे सत्संग के राहे में आहे वहां पे रहते हैं काले नाग, कोए कोए नाग तने 10 लेवे। जब गुरु म्हारे मेहर करी गिरी, आरी वे तो सर्प गंडेवे बन जावे। थारे सत्संग के राहे में आहे वहां पे रहते हैं बबरी शेर, कोए कोए शेर तने खा लेवे। जब गुरुओं की मेहर फिरेरी, आरी व तो शेरा के गीदड़ बन जावे। थारे सत्संग के बीच में आहे वहां पे रहते हैं साधु संत, कोए कोए संत तने ले रमे। तेरे री मन में माता पाप है री, संत मेरे माँ बाप है री, आरी ये तो कर देगे बेड़ा पार। वो तो जात चमार है इसमें म्हारी हार है। तेरी री लेख है माता चमार है री, मेरा सिरजनहार है री, आरी वह तो मीरा के गुरु रविदास। നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 84. പരിഭാഷ. മീരാഭായിയുടെ അമ്മ പറഞ്ഞു, ഓ മീര, സത്സംഗത്തിന് പോകുന്നത് നിർത്തൂ. ലോക ജനത ഞങ്ങളെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ നടത്തുന്നു. മീര പറഞ്ഞു, അമ്മേ, ലോകം അസൂയയുടെ തീയിൽ എരിഞ്ഞു മരിച്ചാലും ഞാൻ സത്സംഗത്തിന് പോകുന്നത് നിർത്തില്ല. മീരയെ ഭയപ്പെടുത്താൻ അവളുടെ അമ്മ അവളോട് പറഞ്ഞു, രാത്രി സത്സംഗം കേൾക്കാൻ നിങ്ങൾ പോകുന്ന വഴിയിൽ പാമ്പുകളും സിംഹങ്ങളുമുണ്ട്, അവ നിങ്ങളെ കൊല്ലും. മീര മറുപടി പറഞ്ഞു, എന്റെ ഗുരുജി തന്റെ കൃപ ചൊരിഞ്ഞാൽ സിംഹങ്ങൾ കുറുക്കന്മാരെ പോലെ പെരുമാറും, പാമ്പുകൾ മണ്ണിരയെ പോലെ നിഷ്ക്രിയമാകും. അവയുടെ ആകൃതി പാമ്പിനെ പോലെയാണ്, പക്ഷേ അവയുടെ നീളം 6 മുതൽ 8 ഇഞ്ച് മാത്രം. 1/2 ഇഞ്ച് കനമുള്ള ചുറ്റളവുമുണ്ട്, അവ കുത്തുന്നില്ല. മീരയുടെ അമ്മ വീണ്ടും പറഞ്ഞു, ചില യുവഭക്തരും സത്സംഗ സ്ഥലത്ത് താമസിക്കുന്നു, ആരെങ്കിലും നിങ്ങളെ എവിടെയെങ്കിലും കൊണ്ടുപോയി തെറ്റ് ചെയ്തേക്കാം. മീര മറുപടി പറഞ്ഞു, അമ്മേ, തെറ്റ് നിന്റെ മനസ്സിലാണ്, അതുകൊണ്ടാണ് നിന്റെ മനസ്സിൽ ഇത്തരം ചിന്തകൾ ഉടലെടുത്തത്. അമ്മേ, ആ സന്യാസിമാരും ഭക്തന്മാരും എന്റെ മാതാപിതാക്കളെ പോലെയാണ്, അവർ അങ്ങനെയൊരു തെറ്റ് ചെയ്യുന്നില്ല. ആയിത്തത്തിന്റെ പേരിൽ മീരയുടെ അമ്മ മീരയെ തടയാൻ ശ്രമിച്ചു. അവൾ പറഞ്ഞു, ഓ മീര, നിങ്ങളുടെ ഗുരു രവിദാസ് നീചജാതിക്കാരനായ ഒരു ചമാറാണ്. ഞങ്ങൾ രജപുത്രരെ അപമാനിക്കുകയാണ്, സത്സംഗത്തിലേക്ക് പോകുന്നത് നിർത്തുക. മീര പറഞ്ഞു, അമ്മേ, എന്റെ ഗുരുജി നിങ്ങളുടെ നീചജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു ചമാറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്റെ ദൈവമാണ്, ഞാൻ അദ്ദേഹത്തിന്റെ മകളാണ്, അദ്ദേഹം എന്റെ പിതാവാണ്. ഞാൻ സത്സംഗത്തിന് പോകുന്നത് നിർത്തില്ല. ഈ കഥ കേട്ടപ്പോൾ രാമോയുടെ കണ്ണുകൾ തുറന്ന് പിറ്റേന്ന് കസ്തൂരിയോടൊപ്പം സത്സംഗത്തിന് പോയി. ഒരു സത്സംഗം കേട്ട് അവൾ ദീക്ഷ സ്വീകരിച്ചു. അപ്പോൾ അവൾ ഒരു ദിവസത്തെ ഭക്ഷണത്തിന്റെ സേവനം ആവശ്യപ്പെട്ടു. എല്ലാ കുടുംബങ്ങളും പറഞ്ഞു, സഹോദരി, ഞങ്ങൾക്ക് ഞങ്ങളുടെ സേവനം ഉപേക്ഷിക്കാൻ കഴിയില്ല. അടുത്ത തവണ ഗുരുജി വരുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ഊഴം തരാം. ഭക്തനായ രാമോ ഒരു നിമിഷം പോലും കാത്തിരിക്കാൻ തയ്യാറായില്ല. അവൾ ഒരു നീണ്ട മുഖം കാണിച്ചു. ആ നിമിഷം തന്നെ കസ്തൂരി പറഞ്ഞു, സഹോദരി, അടുത്ത എന്റെ ഊഴം വരുമ്പോൾ ഞാൻ രാവിലെ സന്ധ്യകൾക്ക് ഭക്ഷണം നൽകും, നിങ്ങൾക്ക് രാത്രി അവർക്ക് ഭക്ഷണം നൽകാം. രാമുവിന് ആഹ്ലാദം തോന്നി. അവൾ തികച്ചും ആവേശഭരിതയായിരുന്നു. ഊഴം വന്നപ്പോൾ അവൾ അത്താഴം തയ്യാറാക്കി. അവൾ ഗീറും ഹൽവയും പച്ചക്കറി വിഭവവും മൃദുവായ ചപ്പാത്തിയും ഉണ്ടാക്കി. എന്നാൽ ഗുരുജിയുടെ ദൈവിക പ്രവൃത്തി കാരണം അവൾക്ക് കടുത്ത പനി പിടിപെട്ടു. അവളുടെ ശരീരം തീക്കനൽ പോലെ എരിയുന്നുണ്ടായിരുന്നു. ഒരടി പോലും വെക്കാനുള്ള ശക്തി അവൾക്കില്ലായിരുന്നു. അപ്പോഴേക്കും രാമോയുടെ മകൻ വന്നു. രാമു പറഞ്ഞു, മകനെ, ഇന്ന് എനിക്കായൊരു ജോലി ചെയ്യൂ. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ അനുഗ്രഹം ഓർക്കും. മകനെ, ഞാനൊരു ഗുരുവിനെ സ്വന്തമാക്കി. നിന്റെ അമ്മായി കസ്തൂരിയിൽ നിന്ന് ഇന്ന് രാത്രി സന്യാസിമാർക്ക് ഭക്ഷണം നൽകാനുള്ള ഊഴം ഞാൻ സ്വീകരിച്ചു. മകനെ, നോക്കൂ, എനിക്ക് നല്ല പനി വന്നിട്ടുണ്ട്. എന്റെ ശരീരം തീ പോലെ എരിയുന്നു. നടക്കാൻ എനിക്ക് ശക്തിയില്ല. അവളുടെ മകൻ പറഞ്ഞു, എനിക്ക് സമയമില്ല, ഞാൻ ആശ്രമത്തിൽ ഭക്ഷണം നൽകാൻ പോകില്ല. അമ്മേ, നിങ്ങൾ ആ ആശ്രമത്തിൽ പോകരുത്. ഞാൻ നിന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നു. ഇത് കേട്ട് ഭക്തയായ രാമോ വാവിട്ട് കരയാൻ തുടങ്ങി. മകന് അവളോട് സഹതാപം തോന്നി. പക്ഷേ ദേഷ്യം നിറഞ്ഞ അവസ്ഥയിൽ അവൻ പറഞ്ഞു, ഭക്ഷണം എവിടെ? ഞാനത് എത്തിച്ചു കൊടുക്കാം. രാമോ പെട്ടെന്ന് എഴുന്നേറ്റ് ഭക്ഷണമെല്ലാം കൊടുത്തു. ഒരു ലോഹപാത്രത്തിൽ ഭക്ഷണം സൂക്ഷിച്ച് അവൻ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. രാമു ഗുരുജിയോട് ആവർത്തിച്ച് അഭ്യർത്ഥിക്കാറുണ്ടായിരുന്നു, ഗുരുജി, എന്റെ മകൻ ലഹരി ഉപയോഗിക്കുന്നു. അവൻ വീട് നശിപ്പിച്ചു. അവൻ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അവനെയും നിങ്ങളുടെ അഭയകേന്ദ്രത്തിൽ സ്വീകരിക്കുക. മഹാരാജ് അന്ന് ആശ്രമത്തിൽ ആ കുട്ടിയെ കണ്ടപ്പോൾ മറ്റ് സ്ത്രീ പുരുഷ ഭക്തർ പറഞ്ഞു തുടങ്ങി. ഗുരുജി വിഷമിച്ച രാമോയുടെ പ്രാർത്ഥന കേട്ടു.
അവളുടെ മകൻ തന്നെ അവനോടൊപ്പം ഭക്ഷണം കൊണ്ടുവന്നു. അതറിഞ്ഞപ്പോൾ മകൾ റാമോ ഇപ്പോൾ ഐശ്വര്യമുള്ളവളായി മാറുമെന്ന് ഗുരുജിക്ക് തോന്നി. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. ആ കുട്ടി പറഞ്ഞു, മഹാരാജി, എൻ്റെ അമ്മയ്ക്ക് പനിയുണ്ട്. ഭക്ഷണം അവർ എൻ്റെ കൈവശം അയച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കൂ. സന്ത് ഭക്ഷണം കഴിക്കാനിരുന്നു. ഈ കുട്ടി ആദ്യമായിട്ടാണ് വന്നത്. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് അറിവ് നൽകട്ടെ എന്ന് ചിന്തിച്ചു. സന്ത് പറഞ്ഞു തുടങ്ങി, മകനെ, ഒരാൾ മാതാപിതാക്കളെ സേവിക്കണം, അവരുടെ ആജ്ഞകൾ അനുസരിക്കണം. ഒരു ഗുരുവിനെ നേടുകയും മോക്ഷം പ്രാപിക്കാൻ യഥാർത്ഥ ഭക്തി ചെയ്യുകയും വേണം. ലഹരി അനേകം കുടുംബങ്ങളെ തകർത്തു. കുട്ടിക്ക് അപ്പോഴേക്കും ദേഷ്യം കൊണ്ട് നിറഞ്ഞിരുന്നു. ആ രാത്രിയിൽ രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു മോഷണം നടത്താൻ സഹകള്ളന്മാരോടൊപ്പം പോകേണ്ടിയിരുന്നതിനാൽ ഓരോ സെക്കൻഡിലും അയാൾക്ക് കാലതാമസം അനുഭവപ്പെടുന്നു. നഗരത്തിന് പുറത്തുള്ള ഒരു ക്ഷേത്രത്തിൽ അർദ്ധരാത്രിയിൽ അവർ ഒത്തുകൂടുകയും അവിടെ നിന്ന് മോഷണത്തിനായി പുറപ്പെടുകയും ചെയ്യും. രാജ്ഞിമാരുടെ മാലകൾ വളരെ വിലയുള്ളതാണെന്ന് അവർ കരുതിയിരുന്നു. അവ മോഷ്ടിക്കുകയും അതിസമ്പന്നരാകുകയും ചെയ്യും. അതുകൊണ്ട് ആ ബാലൻ സന്യാസിയോട് പറഞ്ഞു, ബാബാജി, വേഗം ഭക്ഷണം കഴിക്കൂ, എനിക്കൊരു പരിഷ്കരണവും ആവശ്യമില്ല. സന്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ചിന്തിച്ചു, റാമോ യഥാർത്ഥത്തിൽ ഈ പിശാചിൽ നിന്ന് വളരെ വിഷമത്തിലാണ്. സന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ കുട്ടി പാത്രങ്ങളെല്ലാം ശേഖരിച്ച് അവ കഴുകാതെ വീട്ടിലേക്ക് പുറപ്പെട്ടു. പകുതിയിലേറെ ദൂരം പിന്നിട്ടപ്പോൾ തടിച്ച മുള്ള് കാലിൽ കുത്തി. കാലിന്റെ അടിഭാഗത്ത് അസഹ്യമായ വേദന അനുഭവപ്പെട്ടു. നടക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയോ വീട്ടിലെത്തി. പാത്രങ്ങൾ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ് അവൻ അമ്മയെ ആക്ഷേപിക്കാൻ തുടങ്ങി. ഇന്ന് എനിക്ക് നിങ്ങളുടെ ഗുരുജിയോടൊപ്പം ഒരു സദസ്സുണ്ടായിരുന്നു. ഇന്ന് തന്നെ എനിക്ക് ഒരു ദുരന്തം സംഭവിച്ചു. എന്നെ ഒരു മുള്ളുകുത്തി. എനിക്ക് നടക്കാൻ പോലും കഴിയില്ല. ഇന്നു മുതൽ നിന്റെ ആശ്രമത്തിന് അഭിമുഖമായി പോലും ഞാൻ ഉറങ്ങുകയില്ല. അപ്പോഴേക്കും റാമോയുടെ പനി കുറഞ്ഞിരുന്നു. അവൾ വേഗം എഴുന്നേറ്റ് മുള്ളുകൊണ്ട കാൽ കഴുകി. എണ്ണയുടെ ചെളി ഒരു തുണി കൊണ്ട് കെട്ടി. രാവിലെ തന്നെ മുള്ളു നീക്കം ചെയ്യാൻ അവൾ തീരുമാനിച്ചു. കുട്ടി അമ്മയുമായി ഒരുപാട് വഴക്കിട്ടു. മോഷണത്തിൽ പങ്കെടുക്കാത്തതിനാൽ തനിക്ക് വലിയ നഷ്ടം സംഭവിച്ചുവെന്ന് മകൻ കർമ്മപാലിന് തോന്നിയതിനാലാണ് അദ്ദേഹം അസംബന്ധം പോലും പറഞ്ഞത്. എങ്ങനെയോ അടുത്ത പ്രഭാതം വന്നു. ബാലന്റെ മുള്ള നീക്കം ചെയ്തു. അവന്റെ അമ്മ റാമോ വീട്ടുജോലികളിൽ മുഴുകി. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 86. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബാൻഡിന്റെ ശബ്ദം അവർ കേട്ടു. ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ ആ നഗരത്തിൽ ഇത്തരമൊരു വാദ്യോപകരണം വായിക്കുന്നതായി നഗരവാസികൾക്ക് അറിയാമായിരുന്നു. അതിനാൽ എന്തിനാണ്, ആരാണ് ക്രൂശിക്കുന്നത് എന്നറിയാൻ എല്ലാവരും അവരുടെ വീടിന് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. രാജാവിന്റെ പടയാളികൾ ആ 4 കുറ്റവാളികളെ അവരുടെ കുറ്റം പറയിപ്പിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ രാജാവിന്റെ കൊട്ടാരത്തിൽ മോഷണം നടത്താൻ പോയതാണ്. ഞങ്ങൾ ഒരു ക്രൂരമായ കുറ്റകൃത്യം ചെയ്തു. ഇന്ന് വൈകുന്നേരം ഞങ്ങളെ ക്രൂശിക്കും. ആരെങ്കിലും ശ്രദ്ധിച്ചാൽ അത്തരം കുറ്റകൃത്യം ഒരിക്കലും ചെയ്യരുത്. തന്റെ സഹകള്ളന്മാരെ തിരിച്ചറിയാൻ കർമ്മപാലന് അധിക സമയം വേണ്ടി വന്നില്ല. അയാൾക്ക് കാര്യം മുഴുവൻ മനസ്സിലായി. റാമോ പറഞ്ഞു, അവരോട് ചെയ്യുന്നത് ശരിയാണ്. ഇപ്പോൾ മോഷണം നടത്തുക. ഈ ശിക്ഷ തന്നെ നിങ്ങൾ അർഹിക്കുന്നു. നിങ്ങൾക്ക് ഉപജീവനത്തിനായി ജോലി ചെയ്യാൻ കഴിഞ്ഞില്ലേ? രാമു അവളുടെ വീട്ടിലേക്ക് കയറി. വളരെ ഭയാനകമായ അവസ്ഥയിൽ കർമ്മപാൽ വാതിക്കൽ നിന്നു. പിന്നെ വീടിനുള്ളിൽ കയറി വാവിട്ട് കരയാൻ തുടങ്ങി. എന്തിനാണ് കർമ്മപാൽ കരയുന്നത്? റാമു കണ്ടു. അവൾ അവനോട് ചോദിച്ചു, മകനെ, നീ എന്തിനാണ് കരയുന്നത്? മുള്ള പോലും ഇപ്പോൾ നീക്കം ചെയ്തു. ഇപ്പോഴും വേദനിക്കുന്നുണ്ടോ? കർമ്മപാൽ എഴുന്നേറ്റ് അമ്മയെ കെട്ടിപ്പിടിച്ചു. അവൻ പറഞ്ഞു, അമ്മേ, നിന്റെ മകനെ കുരിശിലേറ്റിയ ശിക്ഷയെ മുള്ളാക്കി മാറ്റിയ ഗുരുജിക്ക് നന്ദി. അമ്മേ, ഇന്ന് നിന്റെ മകനെ ക്രൂശിക്കേണ്ടി വന്നേനെ. അമ്മേ, നീ എങ്ങനെ ജീവിച്ചിരിക്കുമായിരുന്നു? റാമോ പറഞ്ഞു, എന്റെ മകൻ കള്ളനാണോ? എന്തിനാണ് നിന്നെ ക്രൂശിക്കുന്നത്? കള്ളന്മാർക്കാണ് ശിക്ഷ. കർമ്മപാൽ പറഞ്ഞു, അതെ അമ്മേ, നിങ്ങളുടെ മകൻ കള്ളനായിരുന്നു. അമ്മേ, ഞാൻ നിങ്ങളോട് സത്യം ചെയ്യുന്നു, ഇന്ന് മുതൽ ഞാൻ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല. ഞാൻ നിങ്ങളോടൊപ്പം സത്സംഗത്തിന് പോകും. ഞാൻ നിങ്ങളെ വീട്ടുജോലികളിൽ സഹായിക്കും. ഞാൻ ഒരിക്കലും കളവ് ചെയ്യില്ല. എന്റെ ജീവിതത്തിൽ എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സങ്കടമുണ്ടാകില്ല. റാമോ പറഞ്ഞു, വഴി പിഴച്ചവനെ, നീ മോഷണം പോലും തുടങ്ങിയിരിക്കുന്നു. ബാലൻ പറഞ്ഞു, അതെ അമ്മേ, ഞാനൊരു അനുഭവ പരിചയമുള്ള ഒരു കള്ളനായി തീർന്നു. നിങ്ങളുടെ സദ്ഗുരുവിന്റെ നന്മയാണ് അത്തരമൊരു മഹാന്റെ അഭയം തേടിയ എന്റെ അമ്മ ഭാഗ്യവതി. അമ്മേ, നമുക്ക് ഇന്ന് തന്നെ പോകാം. എനിക്ക് ദീക്ഷയെടുക്കണം. റാമോ ഉടൻ തന്നെ തന്റെ മകനെ കസ്തൂരി ഭക്തിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. സംഭവം മുഴുവൻ വിവരിച്ചു. കസ്തൂരിയും തന്റെ ജോലികളെല്ലാം ഉപേക്ഷിച്ച് അവരോടൊപ്പം ആശ്രമത്തിലേക്ക് പോയി. ഗുരുജിയോട് നന്ദി പറഞ്ഞു. അവർ സംഭവം മുഴുവൻ വിവരിക്കുകയും ആ കുട്ടിക്ക് ദീക്ഷ നൽകുകയും ചെയ്തു. മറ്റൊരു ഗ്രാമത്തിലെ സത്സംഗി കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെയാണ് കർമ്മപാൽ വിവാഹം കഴിച്ചത്. കുടുംബം മുഴുവനും സത്സംഗത്തിൽ വരാൻ തുടങ്ങി.
സേവനം വാഗ്ദാനം ചെയ്ത് സമൃദ്ധമായ ജീവിതം നയിക്കാൻ തുടങ്ങി. രാമു സത്സംഗത്തിൽ മുഴുകി. സദ്ഗുരു തന്റെ സംഘത്തോടൊപ്പം വന്ന് ആശ്രമത്തിൽ താമസിക്കുമ്പോഴെല്ലാം അവൾ രാവിലെ പോകുകയും വൈകുന്നേരമാകുകയും ചെയ്തു. അവൾ അവിടെ സേവിക്കുകയും പാത്രങ്ങൾ വൃത്തിയാക്കുകയും ഗുരുജിയുടെ വസ്ത്രങ്ങൾ കഴുകുകയും ചെയ്തു. സത്സംഗത്തിന്റെ ഒരു വാക്ക് പോലും അവൾ കേൾക്കാതെ വെച്ചിരുന്നില്ല. ഒരിക്കൽ അത് ശൈത്യകാലമായിരുന്നു. രാവിലെ 10 മണിക്ക് സത്സംഗം ആരംഭിച്ചു. ഗുരുജി രാമോയോട് പറഞ്ഞു, മകളെ, പോയി നദിയിൽ വസ്ത്രങ്ങൾ കഴുകുക. കുറച്ചു സമയത്തേക്ക് മാത്രമേ വെയിലുണ്ടാകൂ. സത്സംഗം കഴിഞ്ഞു പോയാൽ വസ്ത്രങ്ങൾ ഉണങ്ങില്ല. രാമോ വസ്ത്രങ്ങൾ ഒരു പാത്രത്തിലിട്ട് യാത്രയായി. നദി കുറച്ചു ദൂരെയാണ്. ബക്കറ്റിൽ വസ്ത്രങ്ങൾ നനച്ച് അവൾ സോഡ അതിലിട്ടു. വസ്ത്രങ്ങൾ സോഡയിൽ നനയുന്നതുവരെ ഞാൻ പോയി സത്സംഗം കേൾക്കട്ടെ എന്നവൾ കരുതി. ആശ്രമത്തിന് പുറത്തെ മതിലിനടുത്തേക്ക് ചെവിയടുപ്പിച്ചു. അവൾ സത്സംഗം കേൾക്കാൻ തുടങ്ങി. സത്സംഗം കഴിഞ്ഞപ്പോൾ സൽ സാഹിബ് എന്ന ശബ്ദം അവൾ കേട്ടു. അപ്പോൾ അവൾ വസ്ത്രത്തെക്കുറിച്ച് ഓർത്തു. അവൾ നദിയിലേക്ക് ഓടി. ഭയപ്പെട്ടു. ഇന്ന് ഞാനൊരു തെറ്റ് ചെയ്തു. ഗുരുജിയുടെ ആജ്ഞ ഞാൻ ലംഘിച്ചിരിക്കുന്നു. എനിക്കൊരു ശകാരം കിട്ടും. ഗുരുജിക്ക് ദേഷ്യം വന്നാൽ എന്റെ സേവനമെല്ലാം വെറുതെയാകും. ദൈവമേ, എന്താണ് സംഭവിച്ചത്? ഈ ചിന്തകളോടെ അവൾ നദിക്കരയിലെത്തി. ബക്കറ്റ് കാലിയായി കിടക്കുന്നതും കഴുകിയ വസ്ത്രങ്ങൾ കുറ്റിക്കാട്ടിൽ ഉണങ്ങുന്നതും ഉണങ്ങിയതും നദിയിൽ അപ്പോഴും വസ്ത്രങ്ങൾ അലക്കിക്കൊണ്ടിരുന്ന സഹോദരിമാരോട് രാമു പറഞ്ഞു. നദിയിൽ അല്ലയോ സഹോദരിമാരെ, ഈ തുണികൾ കഴുകി ഉണക്കിയോ? മറ്റെല്ലാ സ്ത്രീകളും രാമോയെ നോക്കാൻ തുടങ്ങി. അതിലൊരാൾ പറഞ്ഞു, സഹോദരി, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അതോ കളിയാക്കുകയാണോ? നിങ്ങൾ സ്വയം അക്ഷമനായി വസ്ത്രങ്ങൾ കഴുകുകയായിരുന്നു. ഞങ്ങൾക്കും ചീത്ത കിട്ടുന്നുണ്ടായിരുന്നു. സാവധാനം വസ്ത്രങ്ങൾ അലക്കുന്നതിനെ ഞങ്ങൾ എതിർത്തിരുന്നു. നിങ്ങൾ തന്നെ അവയെ കുറ്റിക്കാട്ടിൽ ഉണക്കി. നീ ഇപ്പോൾ കഞ്ചാവ് കഴിച്ചോ? രാമോ കരയാൻ തുടങ്ങി. വസ്ത്രങ്ങളെല്ലാം എടുത്ത് ബക്കറ്റിലിട്ട് ആശ്രമത്തിലേക്ക് പോയി. ആശ്രമത്തിൽ ഒരു പരിചാരകൻ രാമോ ആശ്രമത്തിന് പുറത്തിരുന്ന് വളരെ നേരം സത്സംഗം കേൾക്കുന്നത് കണ്ടിരുന്നു. പരിചാരകൻ ഗുരുജിയോട് പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ വസ്ത്രങ്ങൾ നനഞ്ഞിരിക്കും. കാരണം സത്സംഗം പൂർത്തിയാകുന്നതുവരെ രാമോ അവളുടെ ചെവി പുറത്തേ ഭിത്തിയിൽ ഒട്ടിച്ചു കേൾക്കുകയായിരുന്നു. അവൾ ഇപ്പോൾ വസ്ത്രങ്ങൾ കഴുകാൻ പോയിരിക്കുന്നു. അപ്പോഴേക്കും രാമോ ആശ്രമത്തിൽ കയറി. വസ്ത്രങ്ങൾ ഗുരുജിയുടെ അടുത്ത് വെച്ചുകൊണ്ട് അവൾ വല്ലാതെ കരയാൻ തുടങ്ങി. ഗുരുജി ആ വസ്ത്രങ്ങളിൽ തൊട്ടപ്പോൾ അവ പൂർണ്ണമായും ഉണങ്ങിയിരുന്നു. കാരണം ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് രാമു പറഞ്ഞു, ഗുരുജി, നിങ്ങൾ സ്വയം ദുഃഖം വരുത്തി. വസ്ത്രങ്ങളെല്ലാം കഴുകി ഞാനൊരു തെറ്റ് ചെയ്തു. കുറച്ചുനേരം സത്സംഗം കേട്ടിട്ട് തുണി കഴുകാമെന്ന് കരുതി. പക്ഷെ ഞാൻ മറന്നു. ഗുരുജി പറഞ്ഞു. കബീർ ദേവം രാമു ആയിത്തീർന്നു. വസ്ത്രങ്ങളെല്ലാം കഴുകി. जो बच्चा गौ की नजर में यो साई पूर्ण संत, भक्तों के पीछे फिरे भक्त वत्सल भगवंत. പരിഭാഷ: ഒരു പശു തന്റെ പശുക്കുട്ടിയെ നിരന്തരം നിരീക്ഷിക്കുന്നത് പോലെ ഏതെങ്കിലും പക്ഷിയോ മൃഗമോ മനുഷ്യനോ തന്റെ പശുക്കിടാവിനെ കൊല്ലും. അതുപോലെ ദൈവം തന്റെ ഭക്തനെ നിരീക്ഷിക്കുന്നു. കളിക്കുമ്പോൾ പശുക്കിടാവ് ഒരു ദിശയിലേക്ക് ഓടിപ്പോകുന്നത് പോലെ പശുവും അതിന്റെ പുറകിൽ അതിന്റെ സുരക്ഷയ്ക്കായി ഓടുന്നു. അതുപോലെ ഭക്തരുടെ ക്ഷേമകാംക്ഷിയായ ദൈവം തന്റെ ഭക്തരെ പിന്തുടരുന്നു. അവരുടെ സുരക്ഷിതത്വത്തിനായി അവൻ അവരോടൊപ്പം വസിക്കുന്നു. അബ്രാഹിം സുൽത്താൻ അദമിനെ നരകത്തിൽ നിന്ന് അകറ്റാൻ ദൈവം ഒരു വേലക്കാരിയുടെ രൂപം സ്വന്തമാക്കി അവളുടെ ശരീരത്തിൽ ചാട്ടവാറാണ് വഹിച്ചത്. മകളെ, വിഷമിക്കേണ്ട. നിങ്ങളുടെ ഉദ്ദേശം തെറ്റായിരുന്നില്ല. യഥാർത്ഥ ഭക്തിയും വാങ്ക്ഷയുമുള്ളവനാണ് ദൈവം. രാമു ശാന്തനായി. രാമു സത്സംഗത്താൽ അഭിവൃദ്ധി പ്രാപിച്ചു. അവൾക്ക് മോക്ഷവും ലഭിച്ചു. कबीर, सतगुरु शरण में आने से आई तले बला, जय भाग्य में सूली लिखी हो कांटे में तल जाए. വിവർത്തനം: സർവശക്തനായ പരമദേവമായ കബീറിന്റെ പ്രീതിക്ക് അർഹനായ യഥാർത്ഥ ഗുരുവിൽ നിന്ന്, സദ്ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുന്ന ഭക്തനെ ആൺ പെൺ ദൈവം സംരക്ഷിക്കുന്നു. അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. മുൻ ജന്മത്തിലെ പാപം നിമിത്തം ഒരു ആരാധകൻ ഒരു സ്തംഭത്തിൽ, അതായത് സൂളിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നുവെങ്കിൽ അത് കഠിനമായ വേദനാജനകമാണ്. ദൈവം ആ ആരാധകന്റെ വധശിക്ഷ അവസാനിപ്പിച്ച് മുള്ളുകൊണ്ട് കുത്തുന്നത് പോലെയുള്ള നിസാരമായ ശിക്ഷയിലൂടെ അത് ഒഴിവാക്കുന്നു. കാലിൽ അതൊരു വലിയ പ്രശ്നമായിരുന്നു. ഭയാനകമായ ശിക്ഷയെ അദ്ദേഹം നാമമാത്രമായ ശിക്ഷയാക്കി മാറ്റുന്നു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 88. ഒരു കള്ളൻ ഒരിക്കലും സമ്പന്നനാകുന്നില്ല. അദ്ദേഹത്തിന്റെ നിയമമനുസരിച്ച് പരമോന്നത ദൈവം കബീർ ഒരു നഗരത്തിന് പുറത്തുള്ള ഒരു കാട്ടിലെ ഒരു ആശ്രമത്തിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹം ആശ്രമത്തിൽ കുറച്ചു ദിവസം താമസിച്ച് സത്സംഗം, അതായത് ആത്മീയ സത്സംഗം നടത്താറുണ്ടായിരുന്നു. പിന്നെ ചുറ്റിക്കറങ്ങാൻ പുറപ്പെടുക പതിവായിരുന്നു.
ഏതാനും മാസങ്ങൾക്ക് മുൻപ് ശിഷ്യനായി തീർന്ന അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു ഒരു ജാട്ട് കർഷകൻ. കർഷകൻ ദരിദ്രനായിരുന്നു. അദ്ദേഹത്തിന് ഒരു കാളയുണ്ടായിരുന്നു. ആ കാളയെ ഉപയോഗിച്ച് മറ്റൊരു കർഷകന്റെ സഹകരണത്തോടെ കൃഷി ചെയ്യുമായിരുന്നു. 2 ദിവസത്തേക്ക് മറ്റൊരാളുടെ കാളയെ കടം വാങ്ങി 2 കാളകളെ കൊണ്ട് തന്റെ വയലിൽ ഉഴുതുമറിച്ചു. പിന്നെ 2 ദിവസം മറ്റേ കർഷകൻ തന്റെ കാളയെ കടം വാങ്ങുകയും സ്വന്തം കാളയുമായി ചേർത്ത് തന്റെ നിലം ഉഴുതുമറിക്കുകയും ചെയ്തു. കൃഷിക്കാരൻ തന്റെ മൺവീടിന്റെ മുറ്റത്ത് കാളയെ കെട്ടുമായിരുന്നു. ഒരു രാത്രി ഒരു കള്ളൻ ആ കർഷകന്റെ കാളയെ മോഷ്ടിച്ചു. കാള മോഷണം പോയത് കണ്ട് കർഷകൻ രാവിലെ ആശ്രമത്തിലെത്തി. തന്റെ ദുഃഖം അദ്ദേഹം ഗുരുദേവനോട് പങ്കുവച്ചു. ഗുരുദേവൻ പറഞ്ഞു, മകനെ, ദൈവത്തിൽ വിശ്വസിക്കൂ. ദാനധർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും ഭക്തിയും തുടർന്നുകൊണ്ടേയിരിക്കുക. ദൈവം നിനക്ക് 2 കാളകളെ തരും. കാളയെ മോഷ്ടിച്ചവൻ പാപം ചെയ്തു. ദൈവാനുഗ്രഹത്താൽ നല്ല മഴ പെയ്തു. ഭക്തനായ കർഷകന് 4 ഇരട്ടി വിളവുണ്ടായി. ഭക്തനായ കർഷകൻ 2 കാളകളെ വാങ്ങി നന്നായി തീറ്റി. കാളകൾ കാളകളെ പോലെ ശക്തരായി. അദ്ദേഹത്തിന്റെ കാളകൾ ഗ്രാമത്തിൽ ചർച്ചാ വിഷയമായിരുന്നു. 1 വർഷത്തിന് ശേഷം അതേ കള്ളൻ ഒരു മോഷണം നടത്താൻ ആ പ്രദേശത്ത് എത്തിയെങ്കിലും അവൻ അവസരമൊന്നും ലഭിച്ചില്ല. അവൻ ചിന്തിച്ചു, ഞാൻ ആരുടെ കാളയെ മോഷ്ടിച്ചുവോ ആ മനുഷ്യന്റെ വീട്ടിലേക്ക് ഞാൻ പോകട്ടെ. അവൻ മറ്റൊരു കാളയെ കൊണ്ടുവന്നിരിക്കാം. അവിടെ ചെന്നപ്പോൾ 2 കാളകളെ കെട്ടിയിരിക്കുന്നത് കണ്ടു. 2ഉം കള്ളൻ മോഷ്ടിച്ചു. കർഷകൻ ഉണർന്നു നോക്കിയപ്പോൾ 2 കാളകളും മോഷണം പോയതായി അദ്ദേഹം കണ്ടു. അദ്ദേഹം അത് തന്റെ ഗുരുജിയോട് പറഞ്ഞു. ഗുരുജി, മകനെ, ദൈവം നിനക്ക് 4 കാളകളെ തരും. കള്ളന് ഒരിക്കലും സമ്പന്നനാകാൻ കഴിയില്ല. അവൻ പാപങ്ങൾ മാത്രം ശേഖരിക്കുന്നു. ഈശ്വരാനുഗ്രഹത്താലും ഗുരുദേവന്റെ അനുഗ്രഹത്താലും മഴ എല്ലാ കർഷകരെയും അഭിവൃദ്ധിപ്പെടുത്തി. ഭക്തനായ കർഷകന് ആവശ്യത്തിന് ഭൂമിയുണ്ടായിരുന്നു. പക്ഷേ മഴ കുറവായതിനാൽ അദ്ദേഹം ചെറിയ സ്ഥലത്ത് കൃഷി ചെയ്തു. നല്ല മഴ പെയ്തു. 2 കാളകളെ വാങ്ങി 2 കാളകളെ കടം വാങ്ങി വലിയ സ്ഥലത്ത് കൃഷി ചെയ്തു. ഒരു ഉഴവുകാരനെയും നിയമിച്ചു. 1 വർഷത്തിനുള്ളിൽ കടമെല്ലാം തിരിച്ചടച്ചു. അദ്ദേഹത്തിന് ഇപ്പോൾ കാളകളെ പോലെ തടിച്ചതും കരുത്തുറ്റതുമായ 4 കാളകളുണ്ടായിരുന്നു. ഉറപ്പുള്ള ഒരു വീടും പണിതു. 2 വർഷത്തിനു ശേഷം കള്ളൻ അവിടെ വീണ്ടും പോയി. ആദ്യം അതേ കർഷകന്റെ അവസ്ഥ കാണാൻ പോയി. തടിയുള്ള 4 കാളകൾ അവിടെ ഇരിക്കുന്നത് കള്ളൻ കണ്ടു. കള്ളന്റെ വീട്ടിൽ 2 ദിവസത്തെ മാവ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അവൻ ദരിദ്രനായി തീർന്നു. രാത്രി ഉറക്കത്തിൽ നിന്ന് കർഷകനെ മോഷ്ടാവ് വിളിച്ചുണർത്തി. കർഷകൻ പറഞ്ഞു, നിങ്ങൾ ആരാണ്? മോഷ്ടാവ് പറഞ്ഞു, നിന്റെ 3 കാളകളെ മോഷ്ടിച്ച കള്ളൻ ഞാനാണ്. കർഷകൻ പറഞ്ഞു, സഹോദര, എന്റെ ഉറക്കം തടസ്സപ്പെടുത്തരുത്. നിങ്ങളുടെ ജോലി ചെയ്യുക. ദൈവം അവന്റെ ജോലി ചെയ്യുന്നു. ഞാൻ ഉറങ്ങട്ടെ. കള്ളൻ അവന്റെ കാലുകൾ പിടിച്ചു പറഞ്ഞു, അയ്യോ, എനിക്കിപ്പോൾ മോഷണം നടത്താൻ കഴിയില്ല. ഒരു കാര്യം പറയൂ. നിങ്ങളുടെ കള്ളൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. നിങ്ങൾ എന്നെ പിടിക്കുന്നില്ല. സഹോദര, ഞാൻ നിങ്ങളുടെ ഒരു കാളയെ മോഷ്ടിച്ചു. അടുത്ത വർഷം നിന്റെ മുറ്റത്ത് ഉറപ്പുള്ള 2 കാളകളെ കെട്ടിയിരുന്നു. ആ 2 കാളകളെയും ഞാൻ മോഷ്ടിച്ചു. 2 വർഷത്തിന് ശേഷം ഇന്ന് നിങ്ങൾക്ക് 4 കരുത്തുറ്റ കാളകളെ ഇവിടെ കെട്ടിയിരിക്കുന്നു. ഞാൻ പൂർണ്ണമായും നശിച്ചു. എന്റെ കുട്ടികളും പട്ടിണിയിലാണ്. നിങ്ങൾ എന്നെ ശിക്ഷിക്കുമോ? എന്നോട് ക്ഷമിക്കൂ. നിങ്ങളുടെ പുരോഗതിയുടെ രഹസ്യം എന്നോട് പറയൂ. ഞാനൊരു ജാട്ട് കർഷകനാണ്. എനിക്കും ഒരു ഭൂമിയുണ്ട്. എന്നിട്ടും ഞാൻ വളരെ ദരിദ്രനാണ്. ഭക്തനായ കർഷകൻ അവനോട് പറഞ്ഞു, കുളിച്ച് ഭക്ഷണം കഴിക്കൂ. കള്ളനും അതുതന്നെ ചെയ്തു. അപ്പോൾ ഭക്തൻ ആ കള്ളനെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. സംഭവം മുഴുവൻ ഗുരുജിയോട് വിവരിച്ചു. ഗുരുദേവൻ കള്ളനെ തത്വജ്ഞാനത്താൽ ബോധിപ്പിച്ചു. ഭക്തനായ കർഷകൻ മോഷ്ടാവിനെ 7 or 8 ദിവസം വീട്ടിൽ സൂക്ഷിച്ചു. ദിവസവും ഗുരുജിയുടെ അടുക്കൽ കൊണ്ടുപോയി സത്സംഗം കേൾക്കാൻ പ്രേരിപ്പിച്ചു. കള്ളൻ ദീക്ഷ സ്വീകരിച്ചു. ഗുരുജി പറഞ്ഞു, ഭക്തമകനെ, പുതിയ ഭക്തന് ഒരു കാളയെ കടം കൊടുക്കൂ. അവൻ കൃഷി ചെയ്ത് പണം തിരികെ തരും. ഭക്തനായ കർഷകൻ പറഞ്ഞു, ശരി ഗുരുജി. ഭക്തനായ കർഷകൻ പുതിയ ഭക്തന് ഒരു കാളയെ കടം നൽകി. എല്ലാ മാസവും സത്സംഗത്തിന് പുതിയ ഭക്തൻ വരുമായിരുന്നു. അവൻ തന്റെ മുഴുവൻ കുടുംബത്തെയും ദീക്ഷ എടുപ്പിച്ചു. 2 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. കള്ളൻ ഭക്തൻ കർഷകന്റെ വീട്ടിൽ വന്ന് ഒരു കാളയെയും താൻ മോഷ്ടിച്ച 3 കാളകളുടെ പണവും കൂടെ കൊണ്ടുവന്നു. മക്കളും കൂടെ ഉണ്ടായിരുന്നു. പണമെല്ലാം കർഷകൻ ഭക്തന് നൽകി. ഭക്തൻ പറഞ്ഞു, ദയവായി എന്നോട് ക്ഷമിക്കൂ. എന്റെ 7 തലമുറകൾക്ക് പോലും നിങ്ങളുടെ അനുഗ്രഹം നൽകാൻ കഴിയില്ല. കർഷക ഭക്തൻ പറഞ്ഞു, അല്ലയോ സഹോദര, ഇതെല്ലാം ഗുരുജിയുടെ കൃപയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ സത്യമായി. ഇപ്പോൾ ഈ പണം മുഴുവൻ ഗുരുജിക്ക് സംഭാവനയായി നൽകാം. കാളകളുടെ വിലയേക്കാൾ ധാരാളം പണം അദ്ദേഹം ഇതിനകം എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ഈ പണം ആവശ്യമില്ല. 2 ഭക്തരും ഗുരുജിയുടെ അടുത്തേക്ക് പോയി. സംഭാവന പണം മുഴുവൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ വെച്ചു. ഗുരുജി അത് സാമുദായിക ഭക്ഷണത്തിനും സത്സംഗത്തിൽ വിതരണം ചെയ്യുന്നതിനും ചിലവഴിച്ചു. അതിനാൽ തെറ്റായ രീതിയിൽ സമ്പാദിച്ച പണം അപഹരിക്കുന്നു.
ഒരു ഭക്തൻ എപ്പോഴും അഭിവൃദ്ധി പ്രാപിക്കുന്നു. സത് സംസ്കർ, നല്ലതും ചീത്തയുമായ പ്രവൃത്തികളുടെ മതിപ്പ്, ഒരുപോലെ പടർന്ന് മുന്നോട്ടു പോയ സംസ്കാരം. നല്ലതും ചീത്തയുമായ സഹജവാസനകൾ സാംക്രമിക രോഗങ്ങൾ പോലെ പടരുന്നു. ഒരു ഭക്തന്റെ കൈകളിൽ നിന്ന് വിതയ്ക്കുന്ന വിത്തുകളിൽ ഭക്തി സഹജവാസനയുണ്ട്. ആ ധാന്യങ്ങൾ കഴിക്കുന്നവർക്കും ഭക്തി ചെയ്യാൻ പ്രചോദനം ലഭിക്കും. ഒരു ഉഴവുകാരന് ലഹരി കഴിക്കുകയോ അല്ലെങ്കിൽ മനസ്സിൽ മറ്റെന്തെങ്കിലും ചിന്തകൾ വിതയ്ക്കുമ്പോൾ വിത്ത് വിതയ്ക്കുകയോ ചെയ്താൽ ആ വിത്തുകളിലും ആ ചിന്തകൾ പ്രവേശിക്കുന്നു. അത് കഴിക്കുന്ന വ്യക്തിയെ സ്വാധീനിക്കുന്നു. ഉദാഹരണം, ഒരു സഹോദരി ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചു. ഗുരുജി ഒരു ശിഷ്യനൊപ്പം അവളുടെ വീട്ടിൽ വന്നു. ആ സ്ത്രീയുടെ സഹോദരിയും അന്നേ ദിവസം എന്തോ ജോലി കാരണം അവളുടെ വീട്ടിലെത്തി. ആ സ്ത്രീയുടെ മരുമകൻ അന്തരിച്ചു. അവളുടെ മകൾക്ക് ചെറിയ കുട്ടികളുണ്ടായിരുന്നു. ആ സ്ത്രീ ഉത്കണ്ഠാകുലയായിരുന്നു. ചെറിയ ഇടവേളകളിൽ അവളുടെ മനസ്സിൽ ചിന്തകൾ ഉയർന്നുകൊണ്ടിരുന്നു. എന്റെ മകൾ എങ്ങനെ ഇത് താങ്ങും? എന്റെ മകളുടെ ജീവിതം നശിച്ചു. അളിയന്മാരെ ആശ്രയിക്കാൻ കഴിയില്ല. മക്കളെ ആര് വളർത്തും? ദൈവമേ, എന്താണ് സംഭവിച്ചത്? ഏത് ജന്മത്തിലെ പാപമാണ് മുന്നിലെത്തിയതെന്ന് അറിയില്ല. ശിഷ്യ സഹോദരി തയ്യാറെടുക്കാൻ തുടങ്ങിയപ്പോൾ ഭക്ഷണം പാകം ചെയ്യാൻ അവളുടെ സഹോദരി അവളെ സഹായിക്കാൻ തുടങ്ങി. മരുമകൻ മരിച്ച സഹോദരിയാണ് ഭക്ഷണത്തിന്റെ ഭൂരിഭാഗവും തയ്യാറാക്കിയത്. ഭക്ഷണം കഴിച്ച സന്യാസിയും ശിഷ്യനും ഉറങ്ങാൻ കിടന്നു. രാവിലെ ശിഷ്യൻ ഗുരുദേവനോട് പറഞ്ഞു, ഗുരുദേവ, ഇന്നലെ രാത്രി ഉറക്കത്തിൽ എന്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. മരുമകൻ മരിച്ചുപോയി. മകൾക്ക് ചെറിയ കുട്ടികളുണ്ട്. ഞാൻ വളരെ വിഷമിച്ചു. അവർക്ക് എന്ത് സംഭവിക്കും? അവർ എങ്ങനെ ജീവിക്കും? ഗുരുജി തന്റെ ശിഷ്യയായ സ്ത്രീയോട് ചോദിച്ചു, മകളെ ആരാണ് ഇന്നലെ രാത്രി അത്താഴം തയ്യാറാക്കിയത്? അവൾ മറുപടി പറഞ്ഞു, എന്റെ അനുജത്തി വന്നിട്ടുണ്ട്. അവൾ അത് തയ്യാറാക്കി. ഗുരു ചോദിച്ചു, അവൾക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ? ശിഷ്യയായ സ്ത്രീ മറുപടി പറഞ്ഞു, ഗുരുദേവ, അവളുടെ ദുഃഖം വളരെ വലുതാണ്. അവളുടെ മകൾക്ക് ചെറിയ കുട്ടികളുണ്ട്. അവളുടെ മരുമകൻ മരിച്ചു. എന്റെ സഹോദരി ദിവസം മുഴുവൻ ഈ ആശങ്കയിൽ മുഴുകിയിരിക്കുന്നു. അവൾ ആവർത്തിച്ചു പറയുന്നു, എന്ത് സംഭവിക്കും? എന്റെ മകൾ, അവൾ കുട്ടികളെ എങ്ങനെ വളർത്തും? ഗുരുജി ശിഷ്യയോട് പറഞ്ഞു. ആ മകളുടെ ചിന്തകൾ ഭക്ഷണത്തിൽ പ്രവേശിച്ചു. അത് കഴിക്കുന്ന വ്യക്തിയെ സ്വാധീനിച്ചു. എനിക്ക് പോലും രാത്രി മുഴുവൻ ഒരേ ടെൻഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഭക്തി, മന്ത്രോച്ചാരണങ്ങൾ അല്ലെങ്കിൽ ആരതി അല്ലെങ്കിൽ സന്യാസിമാരുടെ പ്രസംഗങ്ങൾ ധ്യാനിച്ച് ഭക്ഷണം തയ്യാറാക്കുകയാണെങ്കിൽ അത് സത്കർമ്മങ്ങളുടെ മതിപ്പ് അത് കഴിക്കുന്ന വ്യക്തിയിൽ നല്ല കാര്യങ്ങൾ പ്രചോദിപ്പിക്കും. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 90. ഒരാളുടെ ഭക്തിയോടുള്ള താല്പര്യം വർദ്ധിക്കുന്നു. ഒരു ഉഴവുകാരന് പാട്ടുകൾ പാടുമ്പോൾ വിത്ത് വിതയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ത്രീ പാട്ടുകൾ പാടി ഭക്ഷണം തയ്യാറാക്കുകയോ ചെയ്താൽ ആ മുദ്രകൾ ഭക്ഷണത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് കഴിക്കുന്ന ആളും അതുപോലെ അസംബന്ധമായി പെരുമാറാൻ പ്രേരിപ്പിക്കപ്പെടുന്നു. അതിന്റെ ഫലം ഇപ്പോൾ കാണുന്നു. ഏകദേശം 1997 ഇത് നടന്നത്. നല്ല പ്രവൃത്തികളേക്കാൾ കൂടുതൽ ആളുകൾ തെറ്റായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. അഥവാ സന്യാസിമാരുടെ സത്സംഗം ധ്യാനിക്കുന്നവരുടെയും പവിത്ര ഗ്രന്ഥങ്ങൾ വായിക്കുന്നവരുടെയും പ്രാർത്ഥനയും മന്ത്രങ്ങളും ഉരുവിടുന്നവരുടെയും എണ്ണം ഉയർന്നാൽ പരിസരം ഭക്തിസാന്ദ്രമാകും. ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ ഭക്തൻ പോലുള്ള വികാരങ്ങൾ ഉദിക്കും. ആ അന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ എല്ലാ വീട്ടിലും ആരതിയും രമേണിയും നിത്യനിയമവും ഉപയോഗിക്കണം. ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് എല്ലാവരും മന്ത്രം, നാമം ചൊല്ലണം. അങ്ങനെ ഭക്തിചിന്തകളുടെ ഘടകങ്ങൾ പരിസ്ഥിതിയിൽ വർദ്ധിക്കുകയും തെറ്റായ പ്രവൃത്തികളെക്കുറിച്ചുള്ള ചിന്തകൾ ഉയരുകയും ചെയ്യും. ഭക്തിപരമായ കർമ്മങ്ങൾ ഓക്സിജനും ചീത്ത ചിന്തകൾ കാർബൺ ഡൈ ഓക്സൈഡുമായി കണക്കാക്കുക. ഓക്സിജൻ പോലെയുള്ള ഭക്തിപരമായ കർമ്മങ്ങളുടെ ധാരാളം സിലിണ്ടറുകൾ നമുക്ക് ഓണാക്കേണ്ടതായി വരും. അതായത് സദ്ഗ്രന്ഥ് സാഹിബിന്റെ നിരവധി പാഠങ്ങൾ, ഒരു പവിത്ര ഗ്രന്ഥം പാരായണം ചെയ്യേണ്ടി വരും. കൂടാതെ നമുക്ക് ദിവസത്തിന്റെ 3 നിത്യനിയമങ്ങൾ 3 തവണയും ചെയ്യേണ്ടി വരും. പ്രതിദിന പ്രാർത്ഥന, മാനസികമായി മന്ത്രം ചൊല്ലേണ്ടി വരും. ഭക്തി ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചാൽ ഭക്തിയുടെ ചിന്തകൾ ഭൂമിയിൽ കൂടുതൽ വ്യാപിക്കും. അതിലൂടെ എല്ലാവരുടെയും മനസ്സിൽ ശാന്തി അനുഭവപ്പെടും. സത്സംഗം നൽകാൻ ആരുടെയെങ്കിലും വീട്ടിൽ പോകുമ്പോൾ ആദ്യ ദിവസം മനസ്സും അസ്വസ്ഥമാകുമായിരുന്നു. അപ്പോൾ ഓരോ ഭക്തരും അവരവരുടെ രാവിലെ നിത്യനിയമവും വൈകുന്നേരത്തെ ആരതിയും ചെയ്തു. എല്ലാവരും മന്ത്രം ചൊല്ലി. ഞാൻ സത്സംഗം നൽകാറുണ്ടായിരുന്നു. അപ്പോൾ ആ വീടിന്റെ മോശം ചിന്തകൾ അകന്നു. സത്കർമ്മങ്ങളുടെ സമൃദ്ധി കാരണം മനസ്സ് ശാന്തമായിരുന്നു. സത്സംഗം അല്ലെങ്കിൽ പാട്ട് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ കുടുംബം മുഴുവൻ കരയുമായിരുന്നു. സന്യാസിമാരുടെയും ഭക്തരുടെയും സാമീപ്യത്തിൽ അവർക്ക് വളരെ സമാധാനം ലഭിച്ചിരുന്നു. ആ സത്കർമ്മങ്ങളുടെ ഫലം മാസങ്ങളോളം നിലനിന്നിരുന്നു. നാം മന്ത്രം സ്വീകരിച്ച ശേഷം കുടുംബാംഗങ്ങൾ ദിവസവും 3 നേരവും സന്ധ്യ, പ്രാർത്ഥനയും മന്ത്രം ചൊല്ലലും ചെയ്യാൻ തുടങ്ങിയാൽ ആ സമാധാനം നിരന്തരം നിലനിർത്തപ്പെടുന്നു. ബീഡിയിലോ ഹുക്കയിലോ പുകയില വലിക്കുന്ന ഒരാൾ വിത്ത് വിതയ്ക്കുമ്പോൾ പുകയിലയുടെ സൂക്ഷ്മ മൂലകങ്ങളും ധാന്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ ധാന്യം കഴിക്കുന്ന ഒരാൾക്ക്
പുകയില കഴിക്കാനുള്ള പ്രചോദനവും ലഭിക്കുന്നു. ഇതുമൂലം യുവാക്കൾക്കിടയിൽ ലഹരി ഉപഭോഗം അതിവേഗം വർദ്ധിച്ചു വരികയാണ്. ഒരു കുട്ടിയാകുന്നത് വരെ പിതാവിനെയോ പിതൃ സഹോദരന്മാരെയോ മുത്തച്ഛനെയോ ഭയന്ന് പുകയില ഉപയോഗിക്കാറില്ല. എന്നാൽ ചെറുപ്പമാകുമ്പോൾ തന്നെ ആ പ്രവണതകൾ ശക്തമാവുകയും ഉടൻ തന്നെ ലഹരി ശീലമാക്കുകയും ചെയ്യുന്നു. മനുഷ്യ സമൂഹത്തിൽ നിന്ന് ലഹരിയും മറ്റെല്ലാ തിന്മകളും തുടച്ചു നീക്കി ഭൂമിയിൽ സ്വർഗം സ്ഥാപിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. ദൈവം കബീർ പറഞ്ഞ വാക്കുകൾ സത്യമാകുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അമൂല്യമായ ദൗത്യം അവന്റെ പ്രചോദനവും ശക്തിയും കൊണ്ട് മാത്രമേ വിജയിക്കുകയുള്ളൂ. ഈ ദൗത്യത്തിന്റെ വിജയത്തിനായി ഈ ദാസനും എന്റെ അനുയായികളും ഒരു യഥാർത്ഥ ഉദ്ദേശത്തോടെ കഠിനാധ്വാനം ചെയ്യുന്നു. വിജയത്തിൽ ഞങ്ങൾ പൂർണ്ണ പ്രതീക്ഷയിലാണ്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 91. ലൗകികമായ ചീൻചുയിൽ മാത്രം ഒരാൾ ഭക്തി ചെയ്യണം, അതായത് പ്രക്ഷുബ്ധങ്ങളിൽ മാത്രം ഒരാൾ ഭക്തി ചെയ്യണം. ഒരു കോൺസ്റ്റബിൾ കുതിരപ്പുറത്ത് കയറി തന്റെ പ്രദേശത്ത് എന്തോ ജോലിക്ക് പോകുകയായിരുന്നു. അത് ജൂൺ മാസവും പകൽ 1 മണിയുടെ ചൂടുമായിരുന്നു. ഹരിയാന സംസ്ഥാനം. ഒരു കർഷകൻ പേർഷ്യൻ ജലചക്രം വഴി തന്റെ വയലിൽ നനയ്ക്കുകയായിരുന്നു. പേർഷ്യൻ ജലചക്രം ഒരു ഓയിൽ മില്ല് പോലെ കാളകളാണ് ഓടിച്ചിരുന്നത്. കിണറ്റിൽ നിന്ന് വെള്ളമെടുത്ത് വയലിലേക്ക് പോകുന്ന ചാലിലേക്ക് വലിച്ചെറിയുന്ന ഒരു കപ്പിക്ക് മുകളിലൂടെ ബക്കറ്റുകളുടെ ഒരു ശൃംഖല ഓടുമായിരുന്നു. പേർഷ്യൻ ജലചക്രം ചീൻചു എന്ന വലിയ ശബ്ദം പുറപ്പെടുവിച്ചു. കോൺസ്റ്റബിളും അവന്റെ കുതിരയ്ക്കും നല്ല പോലെ ദാഹിച്ചു. ദാഹം ശമിപ്പിക്കാനും തന്റെ കുതിരയെ വെള്ളം കുടിപ്പിക്കാനും കോൺസ്റ്റബിൾ പേർഷ്യൻ വാട്ടർ വീലിലേക്ക് നീങ്ങി. പേർഷ്യൻ ജലചക്രത്തിൽ നിന്നുള്ള ചീൻചു എന്ന വലിയ ശബ്ദം കാരണം കുതിര ഭയന്നോടിപ്പോയി. കോൺസ്റ്റബിൾ കർഷകനോട് പറഞ്ഞു, ഈ ചീൻചു നിർത്തൂ. കർഷകൻ കാളകളെ തടഞ്ഞു. പേർഷ്യൻ ജലചക്രം പ്രവർത്തനം നിർത്തി. കിണറ്റിൽ നിന്ന് വെള്ളം വരുന്നത് നിലച്ചു. നേരത്തെ പുറത്തേക്ക് വന്ന വെള്ളം ഭൂമിയിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു. കോൺസ്റ്റബിൾ കുതിരയെ ചെറിയ തോടിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ചാലിൽ വെള്ളമില്ലെന്ന് കണ്ടു. കോൺസ്റ്റബിൾ പറഞ്ഞു, അല്ലയോ കൃഷിക്കാരാ, വെള്ളം വരുത്തുക. കർഷകൻ കാളകളെ വീണ്ടും ചലിപ്പിച്ചു. വെള്ളം ഒഴുകാൻ തുടങ്ങി. പേർഷ്യൻ ജലചക്രത്തിൽ നിന്നുള്ള ചീൻചു ശബ്ദവും വന്നു തുടങ്ങി. കുതിര വീണ്ടും ഓടി. 1 ഏക്കർ 200 അടി അകലെ നിന്നു. കോൺസ്റ്റബിൾ വീണ്ടും പറഞ്ഞു കർഷകനോട്, ബഹളം നിർത്തൂ. കർഷകൻ കാളകളെ നിർത്തി. ചാലിൽ നിന്ന് വെള്ളം ഭൂമിയിലേക്ക് വലിഞ്ഞുപോയ ഉടൻ തന്നെ അത് ആഗിരണം ചെയ്യപ്പെട്ടു. കോൺസ്റ്റബിൾ കുതിരയെ അടുത്തേക്ക് കൊണ്ടുവന്നു. വെള്ളം കാണാത്തതിനെ തുടർന്ന് കർഷകനോട് വെള്ളം വരുത്തുവാൻ വീണ്ടും ഉത്തരവിട്ടു. പേർഷ്യൻ ജലചക്രം നീങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ കുതിര ഓടിപ്പോയി. കർഷകൻ പറഞ്ഞു, കോൺസ്റ്റബിൾ, ഈ പേർഷ്യൻ ജലചക്രത്തിലെ ചീൻചുവിൽ നിങ്ങൾ വെള്ളം കുടിക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ 2 പേരും മരിക്കും. കോൺസ്റ്റബിൾ കുതിരയിൽ നിന്നിറങ്ങി. കടിഞ്ഞാൻ പിടിച്ച് അവൻ മെല്ലെ ആ ചാലിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. പേർഷ്യൻ ജലചക്രം നീങ്ങുന്നതിനിടയിൽ ഇരുവരും വെള്ളം കുടിച്ച് ജീവൻ രക്ഷിച്ചു. അതിനാൽ ഇവിടെ വാചികമായ കർമ്മങ്ങൾ ചെയ്യുന്നതിനിടയിൽ ഒരാൾ ഭക്തി, ദാനധർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ, മന്ത്രോച്ചാരണങ്ങൾ എന്നിവ ചെയ്യേണ്ടി വരും. തീർച്ചയായും ചെയ്യുക. ഈ ഭക്തി ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കും? നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 91. അല്പം ആയുസ് മാത്രം അവശേഷിക്കുന്നുള്ളൂ. ജിന്ദ് ജില്ലയിൽ മനോർപൂർ ഗ്രാമത്തിൽ ഭക്തനായ രാംകുമാറിന്റെ വീട്ടിൽ ത്രിദിന സത്സംഗവും പാടും നടക്കുന്നു. ഗ്രാമത്തിലെ പുരുഷന്മാർ സത്സംഗത്തെ ഒരു കാപട്യമായി കണക്കാക്കുന്നു. കാരണം പഴയ കാലത്ത് പ്രായമായ സ്ത്രീകൾ സത്സംഗം സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. അവർ രാത്രി സത്സംഗം നടത്തുകയും പകൽ സമയത്ത് മരുമകളെ സഹോദരന്മാരുടെയും മരുമക്കളുടെയും അധിക്ഷേപങ്ങളാൽ ശപിക്കുകയും ചെയ്യും. ചിലർ മറ്റുള്ളവരുടെ ചാണകവർളികളിൽ നിന്ന് മോഷ്ടിക്കാറുണ്ടായിരുന്നു. പിടിക്കപ്പെടുമ്പോൾ അവർ അപകീർത്തി സമ്പാദിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ കാരണം ആളുകൾക്ക് സത്സംഗം എന്ന പേരിനോട് അലർജിയുണ്ടായി. ഭക്തനായ രാംകുമാറിന്റെ മുഴുവൻ കുടുംബവും ദീക്ഷ സ്വീകരിച്ചിരുന്നു. ഈ സത്സംഗം വ്യത്യസ്തമാണെന്ന് അവർക്കറിയാമായിരുന്നു. മൂത്ത മകൻ തങ്ങളുടെ വീട്ടിൽ സത്സംഗം നടത്തുന്നുണ്ടെന്നറിഞ്ഞ് രാംകുമാറിന്റെ അച്ഛൻ അതൊരു വലിയ അപമാനമായി കരുതി. ഗ്രാമം എന്തു പറയും? അതുകൊണ്ട് ആ വൃദ്ധൻ 3 ദിവസമായി മൂത്ത മകന്റെ വീട്ടിൽ വന്നില്ല. ഇളയ മകന്റെ വീടിന്റെ തട്ടിൻമുറിയിലായിരുന്നു താമസം. പകൽ സമയത്ത് പറമ്പിൽ പോയി രാത്രി തട്ടിൻപുറത്ത് ഹുക്ക പുകച്ച് ഈ ദിവസങ്ങളിൽ താൻ എന്തു ചെയ്യുമെന്ന് സങ്കടപ്പെട്ടു. രാത്രിയിൽ ഈ ദാസ്, അതായത് എഴുത്തുകാരൻ, ഒരു സത്സംഗം അവതരിപ്പിച്ചു. ലൗഡ് സ്പീക്കർ ഓൺ ആയിരുന്നു. മുകളിലെ തട്ടിൻമുറിയിൽ മുത്തച്ഛനുണ്ടെന്ന് രാംകുമാറിന്റെ മകന് അറിയാമായിരുന്നു. അവനൊരു സ്പീക്കർ മുത്തച്ഛന്റെ മുറിയിലേക്ക് തിരിച്ചുവച്ചു. വൃദ്ധന് സത്സംഗം കേൾക്കണമെന്നത് നിർബന്ധിതനായി. 2 ദിവസം സത്സംഗം കേട്ട്
മൂന്നാം ദിവസം ബോഗ് ഓഫ് പാട്ട് പൂർത്തീകരണ സമയത്ത് വൃദ്ധൻ രാംകുമാറിന്റെ വീട്ടിലെത്തി. രാംകുമാറിന്റെ ഭാര്യ ഇങ്ങനെ വിചാരിച്ചു പറഞ്ഞു, വൃദ്ധൻ ഒരു കുഴപ്പമുണ്ടാക്കാൻ വന്നതായിരിക്കും. അയാൾ മഹാരാജിയോട് എന്തെങ്കിലും തെറ്റു പറയും. പാട്ട് പൂർത്തിയാക്കിയ ശേഷം രാംകുമാറിന്റെ അച്ഛൻ എന്റെ മുൻപിൽ ഇരുന്ന് പറഞ്ഞു, മഹാരാജി, ഈ സത്സംഗത്തിൽ ഞാൻ വളരെ അസ്വസ്ഥനായിരുന്നു. പക്ഷെ 2 ദിവസം ഞാൻ നിങ്ങളുടെ സത്സംഗ് ശ്രദ്ധിച്ചു. അത് ഉള്ളിൽ നിന്ന് എന്നെ കുലുക്കി. എന്റെ മനുഷ്യ ജീവിതം നശിപ്പിച്ചു. 8 ഏക്കർ സ്ഥലം അധികമായി വാങ്ങി. മക്കളെ 2 പേരെയും വളർത്തി. രാവും പകലും വയലിൽ അധ്വാനിച്ചു. എന്റെ ജീവിതം നശിപ്പിച്ചെന്ന് താങ്കളുടെ പ്രസംഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ എനിക്ക് 75 വയസ്സായി. എന്തു ചെയ്യും? ഭക്തി ഇപ്പോൾ ചെയ്യണോ? ഇതും പറഞ്ഞ് വൃദ്ധൻ കരയാൻ തുടങ്ങി. അയാൾക്ക് മനസ്താപമുണ്ടായി. അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, വിശ്വസിക്കൂ, ഇപ്പോൾ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഈ ദാസ്, അതായത് രാംപാൽ ദാസ്, ഗുരുജിയിൽ നിന്ന് ഒരു ഉദാഹരണം കേട്ടിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, ഉദാഹരണത്തിന് ഒരു ബക്കറ്റ് അബദ്ധത്തിൽ കിണറ്റിലേക്ക് വീഴുകയും അതിന്റെ കയറിന്റെ അറ്റത്ത് പിടികിട്ടുകയും ചെയ്താൽ ബക്കറ്റിൽ കെട്ടിയിരിക്കുന്ന ഒരു കയറും ബക്കറ്റിനൊപ്പം കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതുമായ ഒരു കയറും. പഴയ കാലത്ത് കിണറുകൾ ഉപയോഗിച്ചിരുന്നു. 100-150 അടി താഴ്ചയിൽ. അതുമതി, രക്ഷ കിട്ടും. ഓടിച്ചെന്ന് കയറിന്റെ അറ്റം പിടിക്കാൻ പോലും കഴിഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടില്ല. ഒരാൾക്ക് ബക്കറ്റ് പുറത്തെടുക്കാനും അതിനൊപ്പം വെള്ളമെടുക്കാനും കഴിയും. ഒരാൾ വിചാരിച്ചാൽ ബക്കറ്റ് പോയി അത് പോകട്ടെ എന്ന് വിചാരിച്ചാൽ പിന്നെ അത് വിഡിത്തമാണ്. അതുപോലെ നിങ്ങളുടെ പ്രായമായ കയറിന്റെ അവസാന ഭാഗം അവശേഷിക്കുന്നു. ഇപ്പോൾ ദീക്ഷയെടുക്കുക. എല്ലാ ലഹരികളും ഉപേക്ഷിച്ച് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഭക്തി ചെയ്യുക. മോക്ഷം പ്രാപിക്കുക. ആ നിമിഷം തന്നെ ആ ഭക്തനായ ആത്മാവ് ദീക്ഷ സ്വീകരിക്കുകയും പൂർണ്ണ സമർപ്പണത്തോടെ ഭക്തി ചെയ്യുകയും ചെയ്തു. 85-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം വിജയകരമാക്കി. അയാൾ ഹുക്ക വലിക്കുമായിരുന്നു. അതേ ദിവസം തന്നെ അദ്ദേഹം ഹുക്ക ഉപേക്ഷിച്ചു. ജീവിതകാലം മുഴുവൻ അത് തൊടുക പോലും ചെയ്തില്ല. രാംകുമാറിന്റെ ഇളയ സഹോദരന്റെ കുടുംബവും ദീക്ഷ സ്വീകരിച്ചു. പ്രായമായ ഭക്തൻ അവരെ സത്സംഗത്തിലേക്ക് കൊണ്ടുവരിക പതിവായിരുന്നു. ഭക്തി ചെയ്യാൻ അവൻ അവരോട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു. ഇത്രയും സ്ഥിരമായി വലിക്കുന്ന ഹുക്ക പുകവലിക്കാരൻ എങ്ങനെയാണ് ഹുക്ക ഉപേക്ഷിച്ചത് എന്നതിൽ മനോർപൂർ ഗ്രാമത്തിലെ ജനങ്ങൾ അമ്പരന്നു. ഹുക്ക വലിക്കുന്നവരുടെ അടുത്ത് പോലും ഇരിക്കാറില്ല. एके चोट सिधारिया जिन मिलन दाचा घाम का और ज्ञान का चमका सा लाग्या करे. പരിഭാഷ: സൂര്യന്റെ ഒരു തീവ്ര തിളക്കവും 1-2 അറിവിന്റെ പോയിന്റുകളും ഉദ്ദേശം നിറവേറ്റുന്നു. ആഗസ്റ്റ് പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെയുള്ള മാസങ്ങളിൽ സൂര്യന്റെ ഘാം, താപത്തിന്റെ തീവ്ര ആഘാതം കൂടുതലാണ് എന്നാണ് അർത്ഥം. പറമ്പിൽ പണിയെടുക്കുന്നവർ സൂര്യാഘാതമേറ്റ് കഷ്ടപ്പെടുന്നു. ഭഗം മരണ, ചൂട് കാരണം ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നം. അതിന്റെ ഫലമായി ഒരാൾക്ക് പനി. ആ വ്യക്തി ഡോക്ടറോട് പറയുമായിരുന്നു, ഞാൻ അറിഞ്ഞില്ല എനിക്ക് സൂര്യാഘാതം, അതായത് ഘാം മാർണ ബാധിച്ചിട്ടുണ്ടെന്ന്. മനസ്സിലാക്കുക, ഒരു സൂര്യപ്രകാശം മതി, അത് പെട്ടെന്ന് ബാധിക്കുമെന്ന് ഡോക്ടർ പറയും. അതുപോലെ അറിവിനാൽ സ്വാധീനിക്കപ്പെടേണ്ടവർ 1-2 പോയിന്റുകൾ കൊണ്ട് മാത്രം അറിവ് നേടുകയും ഭക്തി ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 93.